ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. എനിക്ക് തോന്നി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന്. അങ്ങനെ രാവിലെ ഇതിപ്പോൾ 8:30 സമയം, കാരണം ഇന്നൊരു സൺഡേ ആണ്. 8:30 എഴുന്നേറ്റതല്ല, എനിക്ക് തൈറോയിഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ 1 മണിക്കൂർ മുമ്പിട്ട് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 7 മണിക്ക് ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് താഴെ വന്ന് കിടന്നതാണ്. എന്നിട്ട് 8-8:30 ആകുമ്പോഴാണ് എഴുന്നേറ്റത്. ഇനിയിപ്പോൾ ആരുമില്ല. മോനെ എൻ്റെ വീട്ടിലാണുള്ളത്. മോനെ ഹസ്ബൻഡ് രാവിലെ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ട് എനിക്കും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കേണ്ടുള്ളൂ. അങ്ങനെ ഇന്നലെ ഒരു അരിപ്പൊടിയുടെ കൂട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു അട ചുട്ടു. അപ്പോൾ അടയൊക്കെ റെഡിയായി ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എനിക്കൊരു ഷുഗറിൻ്റെ ഇഷ്യൂ ഇപ്പോൾ 8 മാസമായി. ഇപ്പോൾ ഷുഗറിൻ്റെ ഇഷ്യൂവും കൂടി ഉള്ളതുകൊണ്ട് അധികം മധുരം കഴിക്കാനും പാടില്ല, അതുകൊണ്ട് ചായയൊന്നും കുടിക്കാനും പാടില്ല. അങ്ങനെ ചായക്ക് പകരം വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുന്ന വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, കാരണം എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. പിന്നെ രാവിലെ തന്നെ മീനൊക്കെ കിട്ടി. ഒന്ന് കൊഞ്ചനാണ് കിട്ടിയത്. അങ്ങനെ മീനൊക്കെ മുറിച്ച് വെച്ചു. ഞാൻ അധികം നിന്നിട്ടൊന്നും ചെയ്യാറില്ല, കാരണം ഒറ്റക്കാകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ക്ഷീണം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും അറിയലുണ്ടാവില്ല. അങ്ങനെ ഞാൻ അധികം നിന്നിട്ടല്ല, ഇരുന്നിട്ടാണ് ഒക്കെ പണിയെല്ലാം തീർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും കൂടെ വെച്ചു. റൈസ് കുക്കറിൽ ചോറ് വെച്ചാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് വേവാകുമ്പോൾ മാത്രം വാർത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത് വറവിനുള്ളതും കറിക്കുള്ളതും എല്ലാം ഉള്ളിയെല്ലാം അരിഞ്ഞു വെക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡൈനിങ് ടേബിളിൽ നിന്നിട്ടാണ് അതിനെ അരിഞ്ഞു വെക്കുക. അപ്പോൾ അത് മൂന്നും ഒരുമിച്ച് തന്നെ ഞാൻ മാക്സിമം കുക്ക് ചെയ്യാൻ നോക്കും, കാരണം ഒരുപാട് സമയം എനിക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് സമയം ഇരിക്കും, കുറച്ച് സമയം എണീക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ പണി ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. ഇൻസ്റ്റയിലൊക്കെ കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രഗ്നൻ്റ് ആയ കൂട്ടൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഇൻസ്റ്റയിൽ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ടും പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അത്രയും ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യാറില്ല, എല്ലാം സാവധാനമേ ചെയ്യാറുള്ളൂ. പക്ഷേ എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്താൽ അത്രയും സമയം നമുക്ക് റെസ്റ്റ് കിട്ടും. ഓരോന്ന് ആക്കി ഓരോന്ന് ഇരുന്ന് ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനെ കറിയെല്ലാം ആക്കി വെച്ചു, ചോറും വാർത്തു. പിന്നെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അത് കമ്പോസ്റ്റിൽ പുറത്തേക്ക് കളഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. സാധാരണ ഞാൻ ചെയ്യാറില്ല, അടിച്ച് വാരലൊന്നും നിൽക്കാറില്ല, കാരണം ഇന്നിപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ആൾ വന്നിട്ട് നമ്മളിപ്പോൾ ചോറ് കഴിക്കുകയാണ്. ചോറും പിന്നെ കൊഞ്ചം പുളിമുളകും പിന്നെ കാബേജ് വറവും ഫ്രൈയും തൈരും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് കഴിച്ചത്. ചോറ് കഴിച്ചതിന് ശേഷം എൻ്റെ വൈറ്റമിൻ ടാബ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുടിച്ചു. പിന്നെ കുറച്ച് സമയം നടന്നു. പിന്നെ ഹസ്ബൻഡുമായിട്ട് കുറച്ച് നേരം TV കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇനി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, 8 മാസമായി ഡെലിവറിക്ക് ഇനി അധികം ടൈമില്ല, ഒരു വീട്ടുകാര്യവും കുഞ്ഞിൻ്റെ കാര്യവും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.